അപ്പൊ കൂടാതെ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാല് നമ്മളിന്ന് വെള്ളക്കടല ഉണ്ടല്ലോ, വെള്ളക്കടല കൊണ്ട് നല്ലൊരു മസാലക്കറിയാണ് തയ്യാറാക്കുന്നത്. നല്ല ഇറച്ചിക്കറിയുടെ അതേ ടേസ്റ്റിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള രീതിയിൽ ആണ് നമ്മൾ തയ്യാറാക്കുന്നത്. അതും നമ്മൾ കുക്കറിനകത്ത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുവാണ്. എല്ലാം കൂടെ കുക്കറിനകത്ത് വാരിയിട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കടലക്കറി ഇവിടെ റെഡിയാവും. അപ്പൊ എങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, അതിനു മുമ്പ് എന്നും പറഞ്ഞാലും കൂട്ടുകാരെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചൊന്ന് പ്രോത്സാഹിപ്പിക്കാനും മറക്കല്ലേ. പിന്നെ എന്തുണ്ടെങ്കിലും നിങ്ങൾ കമന്റിലൂടെ അറിയിക്കണേ കേട്ടോ. നമുക്ക് കണ്ടല്ലോ. അപ്പൊ നമ്മൾ ഏകദേശം തന്നെ ഒരു 300 ഗ്രാമോളം വെള്ളക്കടല എടുത്തിട്ടുണ്ട്. നമ്മള് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നതാണ്. ഇന്ന് നമ്മൾ കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇനി അതിനകത്തോട്ട് ഒരു 3 സവാള സ്ലൈസ് ആയിട്ട് അരിഞ്ഞാണ്, ചെറിയ സവാള അതിട്ട് കൊടുക്കുക. ഒരു 10-20 ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക. ഒരു 2 ചെറിയ തക്കാളി, ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഒരു 2 പച്ചമുളക്. ഇനി നമ്മൾ പാകത്തിനനുസരിച്ചുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് കടല വേവാനുള്ള അനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമുക്ക് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു 5 വിസിലൊന്ന് അടുപ്പിക്കാം. അടുത്ത് നമ്മൾ വെച്ചത് ഒരു ഇരുമ്പിന്റെ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരുമ്പോൾ കുറച്ച് കരിവേപ്പില. ഇനി നമുക്ക് ഇതിനകത്തോട്ടൊരു 1.5 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഈ സമയത്ത് നമ്മൾ തീ ലോ ഫ്ലെയിമിലെ മീഡിയത്തിലും ഉണ്ടാക്കി വെച്ചേക്കടി 1.5 സ്പൂൺ. 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. ഇനി നമുക്ക് കുറച്ച് ചിക്കൻ പൗഡർ. നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടല അതിനകത്ത് ഇട്ടു. ഇനി നമുക്ക് എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പൊ അതാണ് നല്ല രീതിയിൽ നമുക്ക് കുറുകി വന്നിട്ടുണ്ട്. ഇനിയും വേണമെങ്കിൽ നമുക്ക് ഇത് കുറുകി മറ്റേ ഗ്രേവി ഒന്നും ഇല്ലാതെ നല്ല ഇതാക്കി എടുക്കാം. പക്ഷെ ഞാൻ ഈ രീതിയിലാണ് എടുക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് 2 ഐറ്റം കൂടെ ചേർക്കാറുണ്ട്. ഒരു 50 ഗ്രാം അണ്ടിപ്പരിപ്പ് നമ്മൾ പേസ്റ്റ് ആക്കി എടുത്തതാണ്, അരച്ചെടുത്താണ് അതിലിട്ട്. ഇനി ഒന്നുകൂടെ ഇളക്കാം, എല്ലാം ഒന്ന് മിക്സ് ചെയ്യും. ഈ കടലക്കറിയുടെ പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് ഇത് ചേർക്കുന്നത്. അടിപൊളിയാണ് നമ്മളതാ. ഇപ്പൊ അതും കൂടെ ഒഴിച്ചപ്പോഴത്തേക്ക് ഒന്ന് ക്ലിയർ ആയി വന്നതാ. ഇനി നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. കുറച്ച് അധികം ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കൂട്ടുകാരെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ.